ഒന്നുകൂടി, പക്ഷിഗ്രാമം നൂറനാട്, പക്ഷിപ്പാതാളം വയനാട്, പക്ഷികളുടെ പ്ലേഗ് പക്ഷിപ്പനി, നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എല്ലാ എൻട്രി ആപ്പ് ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല. ഹെഡിങ് നിങ്ങൾ കണ്ടു കാണും, ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപുള്ള പഠിച്ച ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളെ ഒന്ന് ഓടിച്ചിട്ട് പൊടി തട്ടിയെടുത്ത് നമ്മളൊന്ന് പോവുകയാണ്. ഒന്ന് റിവിഷൻ അടിച്ചു പോകാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്, നമുക്കറിയാം പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് അല്ലെ? പക്ഷിഗ്രാമം നൂറനാട്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ് അല്ലെ? ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. പക്ഷിഗ്രാമം നൂറനാട്, പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്, ബ്രഹ്മഗിരി കുന്നുകളിലാണ്. പക്ഷിപ്പാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ചിത്രകൂടൻ പക്ഷികൾ അല്ലെ? ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്നത് എവിടെയാണ്? പക്ഷിപ്പാതാളത്തിലാണ്. പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? പക്ഷിപ്പനിയാണ് കേട്ടോ. പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് പക്ഷിപ്പനിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. ഓർത്തിരിക്കുക, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഏതാണ് വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം? അസ്കോർബിക് ആസിഡ് ആണ്. ഒന്നുകൂടി, പക്ഷിഗ്രാമം നൂറനാട്, പക്ഷിപ്പാതാളം വയനാട്, പക്ഷികളുടെ പ്ലേഗ് പക്ഷിപ്പനി, നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. കേട്ടല്ലോ, വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ക്ഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുണ്ട്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷയമാണ്. ഓർത്തിരിക്കുക, PSCക്ക് കുറെ രാജാക്കന്മാരുണ്ട്. ലോഹങ്ങളുടെ രാജാവുണ്ട്, സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ്. ഫലങ്ങളുടെ രാജാവുണ്ട്, മാമ്പഴമാണ്. ഫലങ്ങളുടെ രാജാവ് ഏതാണ്? മാമ്പഴമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ആസിഡുകളുടെ രാജാവും ആര് തന്നെയാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ്. ഫലങ്ങളുടെ രാജാവ് മാമ്പഴമാണ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ആസിഡുകളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവുണ്ട്. ആരാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ്? ഏലമാണ്. കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കുരുമുളകാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. രാജാക്കന്മാര് പരിചയപ്പെട്ടല്ലോ. മത്സ്യങ്ങളുടെ രാജാവുണ്ട്. ആരാണെന്നറിയാവോ? മത്സ്യങ്ങളുടെ രാജാവ് തിമിംഗലമാണ്. മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തിമിംഗല സ്രാവാണ്. മത്സ്യങ്ങളുടെ രാജാവ് എന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തിലേക്ക് നമുക്ക് നോക്കാം. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വസൂരിയാണ് കേട്ടോ. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് വസൂരി. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. അപ്പൊ പക്ഷികളുടെ പ്ലേഗ് പക്ഷിപ്പനി, നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. വൈറ്റമിൻ സി ആണ് കാരണം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ആണ്. ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് വസൂരിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ് അല്ലെ? കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. കറുത്ത വിധവ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിലന്തിയാണ്. കറുത്ത വിധവ എന്നറിയപ്പെടുന്നത് ചിലന്തിയാണ്. നമുക്കിനി അടുത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അത്രയും കിട്ടിയല്ലോ. അടുത്ത് നോക്കണേ, കറുത്ത നദി എന്നർത്ഥമുള്ള രോഗം ഏതാണ്? എബോളയാണ് കേട്ടോ. കറുത്ത നദി എന്നർത്ഥമുള്ള രോഗം എബോളയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ, നല്ലൊരു ചോദ്യം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയും
ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയുമാണ്. തിരിഞ്ഞു പോവരുത്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനി, ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എലിപ്പനിയുമാണ്. കേട്ടല്ലോ? ഓക്കെ ആണല്ലോ? എലിയെ ആരാധിക്കുന്ന ക്ഷേത്രമുണ്ട് രാജസ്ഥാനില്, ഓർത്തിരിക്കണം കേട്ടോ. എലിയെ ആരാധിക്കുന്ന ക്ഷേത്രം രാജസ്ഥാനിലാണ്. അപ്പൊ കറുത്ത നദി എബോള, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്, ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയുമാണ്. മലമ്പനി, കരിമ്പനി പ്രോട്ടോസോവ രോഗമാണ്. ചോദിച്ച ചോദ്യമാണ്. മലമ്പനി ഏത് തരം രോഗമാണ്? എന്തു പരത്തുന്ന രോഗമാണ്? പ്രോട്ടോസോവ. മലമ്പനി, കരിമ്പനി പ്രോട്ടോസോവ രോഗവും എലിപ്പനി, മാൾട്ടാപ്പനി ബാക്ടീരിയ രോഗവുമാണ്. എലിപ്പനി, മാൾട്ടാപ്പനി ബാക്ടീരിയ രോഗം കൂടിയാണ്. ഓർമ്മയിൽ കൊണ്ടുവരട്ടെ, കറുത്ത നദി എന്നർത്ഥമുള്ള രോഗം എബോളയാണ്, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്, ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, എലിപ്പനിയാണ്. അതേപോലെ മലമ്പനിയും കരിമ്പനി എന്ത് രോഗമാണ്? പ്രോട്ടോസോവ രോഗമാണ്. എലിപ്പനി, മാൾട്ടാപ്പനി ബാക്ടീരിയ രോഗമാണ്. കഴിഞ്ഞില്ല. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യം രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജിയാണ്. രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. കേട്ടല്ലോ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജിയാണ്. നമുക്ക് അടുത്തിലേക്ക് പോകാലോ. പക്ഷിഗ്രാമം നൂറനാട്, പക്ഷി പാതാളം വയനാട്, പക്ഷികളുടെ പ്ലേഗ് പക്ഷിപ്പനി, ചുവന്ന പ്ലേഗ് വസൂരി, വെളുത്ത പ്ലേഗ് ക്ഷയമാണ്, കറുത്ത മരണം പ്ലേഗാണ്, കറുത്ത നദി എബോളയാണ്. അടുത്തിലേക്ക് പോകാം. അപ്പൊ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ച ചോദ്യമാണ് പെഡോളജി. കുട്ടികൾ മണ്ണിൽ കളിച്ചാൽ നല്ല പെട കൊടുത്തിരിക്കണം. കുട്ടികൾ മണ്ണിൽ കളിച്ചാൽ നല്ല പെട കൊടുത്തിരിക്കണം. അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് ഉത്തരം എവിടെ കിട്ടി? പെഡോളജി ആണ്. പാദത്തെ കുറിച്ചുള്ള പഠനമാണ് പോഡോളജി. പാദത്തെ കുറിച്ചുള്ള പഠനം പോഡോളജിയാണ്. പോഡോളജിയാണ്. അധ്യാപന ശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം പെഡഗോഗി. പെഡഗോഗി. കേട്ടല്ലോ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പതോളജിയാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. പാദത്തെ കുറിച്ചുള്ള പഠനം പോഡോളജിയാണ്. അധ്യാപന ശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം പെഡഗോഗിയാണ്. പാറയെ കുറിച്ചുള്ള പഠനമുണ്ട് പെട്രോളജി. പാറയെ കുറിച്ചുള്ള പഠനം പെട്രോളജിയാണ്. നോക്കാം. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം നല്ലൊരു ചോദ്യം. മെറ്റലർജി, സ്റ്റഡി ഓഫ് മെറ്റൽസ്. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനമുണ്ട്, അതാണ് മെറ്റലർജി. ലോഹങ്ങളുടെ രാജാവൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഏതാ? സ്വർണമാണ്. ഭാവിയിലെ ലോഹമുണ്ട്. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തിന്റെ പ്രതീകം Ti ആണ്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22 ആണ്. അപ്പോൾ ഭാവിയിലെ ലോഹം, ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. 2 പോയിന്റ് പഠിച്ചു. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയവും ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനുമാണ്. നമുക്കറിയാം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയെ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയെ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജന്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏത് തന്നെയാ? ഹൈഡ്രജൻ ആണ്. നല്ല ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നു. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഹൈഡ്രജൻ ആണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഇന്ധനവും ഹൈഡ്രജൻ തന്നെയാണ്. അതുകൊണ്ട് ഹരിത ഇന്ധനം, ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജൻ തന്നെയാണ്. എന്ന് വെച്ച് വീട്ടിൽ ഹൈഡ്രജൻ വെച്ച് കത്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഹൈഡ്രജൻ ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ സ്ഫോടന സാധ്യത വളരെ കൂടിയ ഇന്ധനമാണ് ഏത്? ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ? ഭാവിയിലെ ലോഹം ടൈറ്റാനിയം, ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ ആണ്.
പ്രതീക്ഷയുടെ ലോഹമാണ് യുറേനിയം. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. യുറേനിയത്തിന്റെ അറ്റോമിക സംഖ്യ ഓർത്തിരിക്കുക 92. യുറേനിയത്തിന്റെ അറ്റോമിക സംഖ്യ 92 ആണ്. ഭാവിയിലെ ലോഹം ടൈറ്റാനിയം, ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ, പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ്. മഴവിൽ ലോഹം ഇറിഡിയം. മഴവിൽ വിപ്ലവമുണ്ട്, തിരിഞ്ഞു പോവരുത്. മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് മൊത്തം കാർഷിക മേഖലയുടെ പുരോഗതി, മൊത്തം കാർഷിക മേഖലയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് മഴവിൽ വിപ്ലവം. അപ്പൊ ചോദിക്കും, എന്തുവാണ് മഴവിൽ ദേശം? മഴവിൽ ദേശമാണ് സൗത്ത് ആഫ്രിക്ക. 3 തലസ്ഥാന നഗരമുള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ മഴവിൽ ദേശം സൗത്ത് ആഫ്രിക്ക. മഴവിൽ വിപ്ലവം മൊത്തം കാർഷിക മേഖലയുടെ പുരോഗതി. ഓറഞ്ച് നഗരമുണ്ട്. ഓറഞ്ച് നഗരം നാഗ്പൂര്. ഓറഞ്ച് നഗരം ഏതാണ്? നാഗ്പൂരാണ്. മുന്തിരി നഗരം നാസിക്. ഓറഞ്ച് നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നാഗ്പൂരാണ്. മഴവിൽ ദേശം എന്നറിയപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. മഴവിൽ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൊത്തം കാർഷിക മേഖലയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാന്ന് ചോദിച്ചാൽ മെറ്റലർജിയാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജിയാണ്. അധ്യാപന ശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡഗോഗിയാണ്. കിട്ടുന്നുണ്ടല്ലോ ചോദ്യങ്ങൾ? ഒന്ന് റിപ്പീറ്റ് അടിച്ചു പോകാമല്ലോ. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂരാണ്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂരാണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ടിപ്പു സുൽത്താനെയാണ്. അല്ലെ, മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനെയാണ്. കൊട്ടാര നഗരം കൊൽക്കത്ത. ശാസ്ത്ര നഗരം കൊൽക്കത്ത. സന്തോഷത്തിന്റെ നഗരം കൊൽക്കത്ത. കൊട്ടാര നഗരം, ശാസ്ത്ര നഗരം, സന്തോഷത്തിന്റെ നഗരം. ഓർത്തിരിക്കുക, കൊട്ടാര നഗരം, സന്തോഷത്തിന്റെ നഗരം, ശാസ്ത്ര നഗരം കൊൽക്കത്തയാണ്. ഡൽഹി നഗരത്തിന് ഒരു ശില്പിയുണ്ട്, എഡ്വിൻ ലൂട്ടിൻസ്. എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഡൽഹി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ചെന്നൈ നഗരത്തിന്റെ ഒരു ശില്പിയുണ്ട്. ആരാണ് ചെന്നൈ നഗരത്തിന്റെ ശില്പി? ഫ്രാൻസിസ് ഡേ ആണ്. ഫ്രാൻസിസ് ഡേ ആണ്. ഫ്രാൻസിസ് ഡേ ആണ് ചെന്നൈ നഗരത്തിന്റെ ശില്പി. പുതുച്ചേരി നഗരത്തിന്റെ ഒരു ശില്പി ഉണ്ടല്ലോ. ആരാണ് പുതുച്ചേരി നഗരത്തിന്റെ ശില്പി? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ഫ്രാങ്കോയി മാർട്ടിൻ. ഓർത്തു വെച്ചിരിക്കുക, പുതുച്ചേരി നഗരത്തിന്റെ ശില്പിയാണ് ആര്? ഫ്രാങ്കോയി മാർട്ടിൻ. ചെന്നൈ നഗരത്തിന്റെ ശില്പിയാണ് ഫ്രാൻസിസ് ഡേ. ബാംഗ്ലൂർ നഗരത്തിന്റെ ഒരു ശില്പി ഉണ്ടല്ലോ. ബാംഗ്ലൂർ നഗരത്തിന്റെ ശില്പി കെമ്പഗൌഡ. ബാംഗ്ലൂർ നഗരത്തിന്റെ ശില്പി ആരാണ്? കെമ്പഗൌഡയാണ്. കേട്ടല്ലോ. കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ജോബ് ചെർണോക്ക്. കൊൽക്കത്ത നഗരത്തിന് ഓർത്താൽ മതി, കൊൽക്കത്തയില് ബംഗാളികളാണ്. ബംഗാളികൾ ജോബ് തേടി നമ്മുടെ കേരളത്തിലെത്തുന്നു, അല്ലെ? കൊൽക്കത്തയിൽ നിന്ന് ബംഗാളികൾ ജോബ് തേടി നമ്മുടെ സ്ഥലത്തെത്തുന്നു. അതുകൊണ്ട് കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ജോബ് ചെർണോക്ക്. ജോബ് ചെർണോക്ക് എന്ന് ഓർത്തിരിക്കുക, കേട്ടല്ലോ, മറന്നുപോലെ. ചണ്ഡീഗഡിന്റെ ശില്പിയാണ് ലേ കർബൂസിയർ. ചണ്ഡീഗഡിന്റെ ശില്പിയാണ് ആര്? ലേ കർബൂസിയർ. ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ഏത്? ചണ്ഡീഗഡ്. ഫസ്റ്റ് പ്ലാൻഡ് സിറ്റി. ആദ്യത്തെ ആസൂത്രിത നഗരം ഏതെന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡിന്റെ ശില്പിയാണ് ആര്? ലേ കർബൂസിയർ. ഓർമ്മയിൽ സൂക്ഷിക്ക്, ചണ്ഡീഗഡിന്റെ ശില്പി ലേ കർബൂസിയർ ആണ്. കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ജോബ് ചെർണോക്ക്. മനസ്സിൽ കിട്ടിയോ? ജോബ് ചെർണോക്ക്. ഡൽഹി നഗരത്തിന്റെ ശില്പി എഡ്വിൻ ലൂട്ടിൻസ്. എഡ്വിൻ ലൂട്ടിൻസ്. അതുകൊണ്ട് ലൂട്ടിൻ സിറ്റി എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. ചെന്നൈ നഗരത്തിന്റെ ശില്പി ഫ്രാൻസിസ് ഡേ ആണ്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി, പോണ്ടിച്ചേരി നഗരത്തിന്റെ ശില്പി ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ബാംഗ്ലൂർ നഗരത്തിന്റെ ശില്പിയാണ് കെമ്പഗൌഡയാണ്. അപ്പൊ കൊട്ടാര നഗരം, ശാസ്ത്ര നഗരം, സന്തോഷത്തിന്റെ നഗരം കൊൽക്കത്തയാണ്. ഭാഗ്യനഗരമുണ്ട്. ഭാഗ്യനഗരമാണ് ഹൈദരാബാദ്.
ഹൈദരാബാദുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓപ്പറേഷൻ പോളോ. ഏത് വർഷമാണ് ഓപ്പറേഷൻ പോളോ? 1948. പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ പോളോ ഏത് വർഷമാണ്? 1948. അപ്പൊ ഭാഗ്യനഗരം, സന്തോഷത്തിന്റെ നഗരം കൊൽക്കത്തയാണ്, ഭാഗ്യനഗരം ഹൈദരാബാദ്. ഹൈടെക് സിറ്റി, പേരിൽ തന്നെയുണ്ട്, ഹൈടെക് നഗരം ഏതാണ്? ഹൈദരാബാദ് ആണ്. പാടല നഗരം, പിങ്ക് നഗരം, ജയ്പൂർ. പറ, പാടല നഗരം, പിങ്ക് നഗരം, ജയ്പൂർ. പാടല നഗരം, പിങ്ക് നഗരം, ജയ്പൂർ. അപ്പോൾ ആപ്പിൾ നഗരം നാസിക്, ഓറഞ്ച് നഗരം നാഗ്പൂര്, പിങ്ക് സിറ്റി ജയ്പൂര്, പാടല നഗരം ജയ്പൂര്. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ് മനസ്സിൽ തറച്ചിരിപ്പുണ്ടല്ലോ. ഒന്ന് റിവിഷൻ അടിച്ചു പോവുകയാണ്, ഇതുകൊണ്ട് വേറെ ഒന്നും വിശ്വസിക്കില്ല. ഒന്ന് റിവിഷൻ അടിച്ച് മനസ്സിൽ ഈ ചോദ്യങ്ങളെ ഒന്ന് തട്ടി ഉണർത്തി ഒന്ന് പോവുകയാണ്. ഓക്കെ ആണല്ലോ. അടുത്തിലേക്ക് പോകാം, നോക്കാം. അടുത്ത് നോക്കാം. അപ്പൊ പിങ്ക് സിറ്റി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ജയ്പൂരാണ് പിങ്ക് സിറ്റി. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്തനാർബുദം. കേട്ടല്ലോ. അപ്പോൾ പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സ്തനാർബുദം എന്ന രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രേ റിബൺ ഉണ്ട്, പ്രമേഹം. നമുക്കറിയാം പ്രമേഹം, ഇൻസുലിനൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രമേഹ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നവംബർ 14. പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14. പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. പ്രമേഹ ദിനം നവംബർ 14. ഇന്ത്യയുടെ പക്ഷി മനുഷ്യനാരാണ്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യനാരാണ്? ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലി അല്ലെ? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? യെസ്, 1983 നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലെ? അപ്പൊ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ സംരക്ഷിത പക്ഷിയാണ് മാക്കാച്ചിക്കാടയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ പക്ഷി മനുഷ്യൻ സലീം അലിയാണ്. പക്ഷി ശാസ്ത്രം ഏതാണ്? പക്ഷി ശാസ്ത്രം ഓർണിത്തോളജി, പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി ആണ്. പക്ഷി കൂടുകളെ കുറിച്ചുള്ള പഠനമുണ്ടല്ലോ, പക്ഷി കൂടുകളെ കുറിച്ചുള്ള പഠനം ഏതാണത്? യെസ്, കാലിയോളജി. പക്ഷി കൂടുകളെ കുറിച്ചുള്ള പഠനം കാലിയോളജി ആണ്. നമ്മുടെ സൗന്ദര്യമുണ്ടല്ലോ, സൗന്ദര്യത്തെ കുറിച്ചൊരു പഠനമുണ്ട്, കാലോളജി. പലരുടെയും സൗന്ദര്യം കാലിലാണ് എന്നങ്ങ് ഓർത്താൽ മതി. സൗന്ദര്യത്തെ കുറിച്ചുള്ള പഠനം കാലോളജിയാണ്. പക്ഷിശാസ്ത്രം ഓർണിത്തോളജി, പക്ഷിക്കൂട് കാലിയോളജി, സൗന്ദര്യം കാലോളജിയാണ്. പക്ഷിശാസ്ത്രത്തിന്റെ പിതാവാണ് A.O. ഹ്യൂം, INC-യുടെ സ്ഥാപക സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഓർണിത്തോളജി A.O. ഹ്യൂം ആണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഡോക്ടർ സലീം അലിയാണ്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. സലീം അലിയുടെ പേരറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം എന്നാണ് ചോദ്യമെങ്കിൽ അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. നോക്കാം. അപ്പൊ ഗ്രേ റിബൺ പ്രമേഹം. പർപ്പിൾ റിബൺ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ്. പർപ്പിൾ റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ്. അവിടെ ഒരു ചോദ്യമുണ്ട്, അൽഷിമേഴ്സിന് കാരണമായ മൂലകമാണ് അലൂമിനിയം. നല്ലൊരു ചോദ്യം. അൽഷിമേഴ്സിന് കാരണമായ മൂലകമാണ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ അറ്റോമിക സംഖ്യ 13. അലൂമിനിയത്തിന്റെ അറ്റോമിക നമ്പർ 13 ആണ്. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അയിരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അയിരാണ് ഏത്? ബോക്സൈറ്റ്. അവിടെ ഒരു ചോദ്യം PSC ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലോ, ബോക്സൈറ്റിന്റെ സാന്ദ്രണം ഏത് പ്രക്രിയ ഉപയോഗിച്ചാണ്? കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റിന്റെ സാന്ദ്രണം ഏത് പ്രക്രിയ ഉപയോഗിച്ചാണ്? ഓർത്തിരിക്കുക, ലീച്ചിങ്. ഏത് പ്രക്രിയ ഉപയോഗിച്ചാണ്? ലീച്ചിങ്. PSC-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അയിരാണ് ബോക്സൈറ്റ്.
ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ്. മറ്റൊരു ചോദ്യമുണ്ട്, കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഏത്? അലൂമിനിയം. കേട്ടോ, കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയമാണ്. അപ്പൊ പർപ്പിൾ റിബൺ അൽഷിമേഴ്സ്, പിങ്ക് റിബൺ സ്തനാർബുദം, ഗ്രേ റിബൺ പ്രമേഹം, പർപ്പിൾ റിബൺ അൽഷിമേഴ്സ്. മഞ്ഞ റിബൺ ഉണ്ട് ആത്മഹത്യക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് മഞ്ഞ റിബൺ. കേട്ടല്ലോ, പിങ്ക് റിബൺ സ്തനാർബുദം, തലച്ചോറിലോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചേ. പിങ്ക് റിബൺ സ്തനാർബുദം, ഗ്രേ റിബൺ പ്രമേഹം, പർപ്പിൾ റിബൺ അൽഷിമേഴ്സ്, മഞ്ഞ റിബൺ ആത്മഹത്യ. നമുക്കറിയാം ഈ ലാബുകളിലൊക്കെ അപകട സൂചനയ്ക്കായി നൽകുന്ന നിറമാണ് ഏത്? മഞ്ഞ നിറമാണ് അല്ലെ? ലാബുകളിലൊക്കെ അപകട സൂചനയ്ക്കായി നൽകുന്ന നിറം മഞ്ഞ നിറമാണ്. നീല റിബൺ ഉണ്ട്. നീല റിബൺ വൻകുടലിലെ ക്യാൻസർ എന്ന രോഗത്തിനെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് നീല റിബൺ. ഓറഞ്ച് റിബൺ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗവുമായാണ് ഓറഞ്ച് റിബൺ ബന്ധപ്പെട്ടിരിക്കുന്നത്. റെഡ് റിബൺ ഉണ്ട് എയ്ഡ്സ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അറിയാത്തത് ഇത്രയും ഭാഗമായിരിക്കും. ഒന്ന് ഓടിച്ചിട്ട് പറയാം. പിങ്ക് റിബൺ സ്തനാർബുദം, ഗ്രേ റിബൺ പ്രമേഹം, പിങ്ക് റിബൺ സ്തനാർബുദം, ഗ്രേ റിബൺ പ്രമേഹം, പർപ്പിൾ റിബൺ ഏതാ? കാണാതെ പറഞ്ഞേ. പർപ്പിൾ റിബൺ അൽഷിമേഴ്സ്. പർപ്പിൾ റിബൺ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ്. മഞ്ഞ റിബൺ ഉണ്ട് ആത്മഹത്യ. മഞ്ഞ റിബൺ ആത്മഹത്യ. നീല റിബൺ ഉണ്ട്. എവിടുത്തെ ക്യാൻസർ ആണ് നീല റിബൺ? വൻകുടലിലെ ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് നീല റിബൺ. ഓറഞ്ച് റിബൺ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. റെഡ് റിബൺ നമുക്കറിയാം, അത് എയ്ഡ്സ് ആണ്. സെറ്റ് ആയല്ലോ? ഓക്കെ ആണല്ലോ? പിങ്ക് റിബൺ സ്തനാർബുദം, ഗ്രേ റിബൺ പ്രമേഹം, പർപ്പിൾ റിബൺ അൽഷിമേഴ്സ്, മഞ്ഞ റിബൺ ആത്മഹത്യ, നീല റിബൺ വൻകുടലിലെ ക്യാൻസർ, ഓറഞ്ച് റിബൺ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, റെഡ് റിബൺ എയ്ഡ്സ്. നോക്കാം. റെഡ് റിബൺ എയ്ഡ്സ് ആണെന്ന് പരിചയപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം 1986. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 86. ചെർണോബിൽ ഉക്രൈന്റെ തലസ്ഥാനമായ ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായ വർഷം 86. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് 86. ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് 86. സ്ത്രീധന നിരോധന ഭേദഗതി നിയമം നമുക്കറിയാം 1961. സ്ത്രീധന നിരോധന ഭേദഗതി നിയമം നിലവിൽ വന്നതും 86. പറയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത 86 കിട്ടിയല്ലോ. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 86 കിട്ടിയല്ലോ. അടുത്തത് ചെർണോബിൽ ആണവ ദുരന്തം 86. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് 86. ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് 86. സ്ത്രീധന നിരോധന ഭേദഗതി നിയമം 86. സ്ത്രീധന നിരോധന നിയമം എന്നാണ് 61. ബാലവേല നിരോധന നിയമവും 86. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 24. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 124. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടത് 124. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടത് ഏതാ? 214. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടത് 214. കേരള ഹൈക്കോടതി നിലവിൽ വന്നതെന്ന 56 നവംബർ 1. 1956 നവംബർ 1 കേരള ഹൈക്കോടതിയും നിലവിൽ വന്നത്. സുപ്രീം കോടതി 124, ഹൈക്കോടതി 214, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് 324.
ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324. അപ്പൊ 86-ലെ വിശേഷങ്ങൾ പഠിച്ചല്ലോ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ചെർണോബിൽ ആണവ ദുരന്തം, സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത്, ബാലവേല നിരോധന നിയമം, സ്ത്രീധന നിരോധന ഭേദഗതി നിയമം ഏത് വർഷമാണ്? 86-ലാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടെന്ന് വെച്ചാൽ ചുമ്മാ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളൊക്കെ ഒന്ന് മനസ്സിലൂടെ ഓടിച്ചിട്ട് റിവിഷൻ അടിച്ചു കൊണ്ടുവരിക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്